നമസ്കാരം. വെറും 4% പലിശയ്ക്ക് 3 ലക്ഷം രൂപ വരെ ലോൺ വേണം. ലോൺ കൊടുക്കുന്നത് കുടുംബശ്രീയുടെ മൈക്രോ എന്റർപ്രൈസ് ലോണാണ്. അപ്പോൾ ഇതിന്റെ വിശദാംശങ്ങളാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഇത് ബാങ്കിൽ നിന്നാണ് ഡയറക്റ്റ് ലോൺ കൊടുക്കുന്നത്. കുടുംബശ്രീ ആയതുകൊണ്ട് നമുക്കൊരു 4% ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് കിട്ടും. സബ്സിഡി ഉള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. നോർമലി ഇൻട്രസ്റ്റ് റേറ്റ് 4% ഒരിക്കലും കിട്ടാറില്ല. അതുകൊണ്ട് ഈ കുടുംബശ്രീയൊക്കെ പരമാവധി നമ്മൾ പ്രയോജനപ്പെടുത്തുക, കുടുംബശ്രീയുടെ ലോണുകൾ പ്രയോജനപ്പെടുത്തുക. അപ്പം എങ്ങനെയാണ് ഇത് എടുക്കുക, ഇതിന്റെ പ്രോസസ്സ് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണ് കുടുംബശ്രീ. 1998 കേരള ഗവൺമെന്റ് വുമൺ എംപവറിന്റെ മിഷന്റെ ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ഈ കുടുംബശ്രീ എന്ന് പറയുന്നത്. ഏകദേശം 1070 CDS യൂണിറ്റുകൾ കേരളത്തിൽ കുടുംബശ്രീക്ക് ഉണ്ട്. അത് ലാർജസ്റ്റ് ആണ്, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആണ് CDS ആണ് ഈ പറഞ്ഞ കേരളത്തിൽ എന്ന് പറയുന്നത്. അപ്പൊ 45.85 ലക്ഷം കുടുംബങ്ങൾ ഉണ്ട്. അതില് കേരളത്തിലെ വനിതകളുടെ ഒരു നെറ്റ്വർക്ക് കൂടിയാണ് ഈ പറഞ്ഞ കുടുംബശ്രീ. 3.6 ലക്ഷം NHGs ഉണ്ട്. അത് നൈബർഹുഡ് ഗ്രൂപ്പ് സ്റ്റേറ്റ് വൈഡ്. ഇത് നോർമലി നമ്മുടെ കുടുംബശ്രീ എന്ന് പറയുന്നത് 5786 കോടിയുടെ ത്രിഫ്റ്റ് ഉണ്ട്. അതായത് മെമ്പർ സേവ്ഡ് കമ്മ്യൂണിറ്റി ഫണ്ട് എന്ന് പറയുന്നത്. ഒരു മെമ്പർ ചെറിയ എമൗണ്ട് വെച്ചിട്ട് ഡെപ്പോസിറ്റ് 100 രൂപ 200 രൂപ 300 രൂപ വാട്ടർ ഇറ്റ് ഈസ്. ഗവൺമെന്റ് ബാക്ക്ഡ് സ്കീമാണ്. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് സപ്പോർട്ടഡ് ആണ് ഈ കുടുംബശ്രീന്. കുടുംബശ്രീ ഒരുപാട് പദ്ധതികളും പല ബിസിനസ്സുകളും പല പ്രോജക്റ്റുകൾ കുടുംബശ്രീക്ക് സ്വന്തമായിട്ടുണ്ട്. 5 ലോൺ സ്കീമുകളാണ് ഇനി പറയുന്നത് കുടുംബശ്രീയുടെ. ഒന്ന് NHG ബാങ്ക് ലിങ്കേജ്. ലിങ്കേജ് ലോൺ എന്നാണ് ഇവർ മെയിൻ ആയിട്ട് പറയുന്നത്. ഇത് 3 ലക്ഷം രൂപ വരെയാണ് കിട്ടുക. 4% ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. അടുത്താണ് RME ഗ്രൂപ്പ് ലോൺ എന്ന് പറയുന്നത്. 10,000 രൂപയാണ് ഒരു മെമ്പർക്ക് കിട്ടുക. 10,000 രൂപ ആണ് നമുക്ക് കിട്ടുക. പ്രൊജക്ട് കോസ്റ്റിന്റെ ഒരു 50% ഓർ പ്രൊജക്ട് കോസ്റ്റിന്റെ 50%. അടുത്താണ് RME ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു 30% ഓഫ് പ്രൊജക്ട് കോസ്റ്റ്, ഒരു 7,500. ഇതൊക്കെ ചെറിയ ടൈപ്പ് ഓഫ് ബിസിനസ്സുകൾക്ക് വേണ്ടി വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഇപ്പോൾ എന്തെങ്കിലും ചിപ്സ് ഉണ്ടാക്കുന്ന ബിസിനസ്, ചെറിയ കോഴി വളർത്തൽ, അല്ലെങ്കിൽ 1-2 ആട് വളർത്തൽ, അങ്ങനെയുള്ള ചെറിയ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള ബിസിനസ്സിനാണ് ഇവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അടുത്തത് KMEDP 2.5 ലക്ഷം രൂപ വരെ കിട്ടും. ഇൻഡിവിജ്വൽ വെഞ്ചർ ലോണാണ്. ഒരു വ്യക്തിക്ക് തുടങ്ങാൻ പറ്റുന്ന ലോണാണ്. എന്തെങ്കിലും ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിൽ അതിന് കിട്ടും 2.5 ലാക്ക്. അടുത്താണ് പേൾ NRK എന്ന് പറഞ്ഞിട്ട് 2 ലക്ഷം രൂപയാണ് കിട്ടുക. ഇൻട്രസ്റ്റ് ഫ്രീ ലോണാണ് ഈ പറഞ്ഞ 2 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത്രയും ലോണുകളാണുള്ളത്. ഈ ലോൺ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാര്യമുണ്ട്. ആക്റ്റീവ് NHG മെമ്പർ, കുടുംബശ്രീ മെമ്പർ ആയിരിക്കണം. 18നും 55 വയസ്സിനും ഇടയിലുള്ള ആൾക്കാരും ആയിരിക്കണം. കേരള റെസിഡന്റ് പ്രോജക്റ്റ് പ്ലാൻ കൂടി വേണം. അതായത് കേരളത്തിലുള്ള ആൾക്കാരായിരിക്കണം. ഇതിന്റെ പ്രോജക്റ്റിന്റെ ഒരു പ്ലാൻ കൂടി നമുക്ക് വേണം. 5 ഘട്ടങ്ങളിലാണ് നമുക്കിത് അപ്ലൈ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്. മെയിനായിട്ട് ഒന്ന് ഈ പറഞ്ഞ കുടുംബശ്രീയിൽ ചേരുക എന്നതാണ്. എല്ലാവരും കുടുംബശ്രീയിൽ ഉണ്ടാവും. അതുപോലെ തന്നെ അതിൽ സേവിങ്സ് ഒരു 3 മുതൽ ഒരു 6 മാസം വരെ കുറച്ച് എമൗണ്ട് വെച്ച് സേവ് ചെയ്യാം. അടുത്ത് നബാർഡിന്റെ ഗ്രേഡിംഗ് ഉണ്ട്. 50 പോയിന്റ് അസസ്മെന്റ് എന്നുള്ള. അപ്പൊ നബാർഡിന്റെ ഗ്രേഡിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് ലിങ്കേജ് ലോൺ നമുക്ക് കിട്ടും. ബാങ്കിൽ നിന്ന് നമുക്ക് ലോൺ എടുക്കാൻ പറ്റും. അടുത്തത് ലോൺ ഡിസ്ബേഴ്സൽ ആണ്. 4% ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. 3 മുതൽ 6 മാസമാണ് ടൈം പീരീഡ്. ഡോക്യുമെന്റേഷൻ ആധാർ പ്ലസ് റേഷൻ കാർഡ്, അതുപോലെ തന്നെ പ്ലാൻ. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്ട് CDSന്റെ ഓഫീസിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. അത് ഓട്ടോമാറ്റിക് ഈ കുടുംബശ്രീയിൽ തന്നെ ഡിസ്കഷൻ വരാറുണ്ട്, അവർ കൊടുക്കാറുണ്ട്. ജനകീയ ഹോട്ടൽ ഒരു ബിസിനസ് ഐഡിയ ആണ് പറയുന്നത് കുടുംബശ്രീയുടെ. ന്യൂട്രിമിക്സ് യൂണിറ്റ്, ടൈലറിംഗ് സെന്റർ, അതുപോലെ തന്നെ CAT 6 കുടുംബശ്രീ. ദെൻ ഗ്രോ ബാഗ് ഫാമിംഗ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ മോഡലുള്ള ബിസിനസ് ചെയ്യുന്നുണ്ട്. ലൈഫ് മിഷൻ പ്രോജക്റ്റുകളൊക്കെ എടുത്തിട്ട് അങ്ങനെ പല തരത്തിലുള്ള പ്രോജക്റ്റുകളൊക്കെ കുടുംബശ്രീ ഇതുവരെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെയുള്ള മോഡലൊക്കെ നിങ്ങൾക്കും എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റും. സക്സസ് ആവാനുള്ള 5 നുറുങ്ങുകൾ. ഒന്ന്, NHG മീറ്റിംഗ് അറ്റൻഡ്. എല്ലാ മീറ്റിംഗും, വീക്കിലി മീറ്റിംഗ് കൺസിസ്റ്റന്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാം. ത്രിഫ്റ്റ് റെഗുലർലി, കൃത്യമായിട്ട് എമൗണ്ട് ചെറിയ എമൗണ്ട് വെച്ചിട്ട് നിക്ഷേപിക്കാം. സ്ട്രോങ് പ്രോജക്റ്റ് പ്ലാൻ, നല്ലൊരു പ്രോജക്റ്റ് പ്ലാൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. ഗ്രൂപ്പ് എന്റർപ്രൈസസ് ബെറ്റർ, കുറച്ച് ഗ്രൂപ്പായിട്ട് ടീമായിട്ട് ചെയ്യുന്നതാണ് കുറച്ച് ബെറ്റർ. പിന്നെ സ്കിൽ ട്രെയിനിങ് യൂട്ടിലൈസ്. പഴയ സ്കിൽ ട്രെയിനിങ് അവർ കുടുംബശ്രീ കൊടുക്കുക, അതിനൊക്കെ അറ്റൻഡ് ചെയ്യുക, എടുക്കുക. കുടുംബശ്രീ.org വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. കുടുംബശ്രീയുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഐഡിയകൾ കിട്ടുന്നതാണ്. കേരളത്തിലെ സ്ത്രീകളുടെ സാമ്പത്തിക ശക്തി എന്ന് പറയുന്നത് കുടുംബശ്രീയാണ്. എല്ലാവരും കുടുംബശ്രീയിൽ ചേരണം. സ്വന്തമായിട്ട്
ടീമായിട്ടോ ഒറ്റയ്ക്കോ ബിസിനസ് തുടങ്ങണം. 3 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് 4% ഇൻട്രസ്റ്റിൽ ലോൺ കിട്ടും. 10,000 രൂപ സബ്സിഡി കിട്ടും ഒരു പെർ മെമ്പർക്ക്. 3 ലക്ഷം രൂപ 3.6 ലക്ഷം NHGs അത് കുടുംബശ്രീകൾ കേരളത്തിൽ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഒന്നുകൂടി പറയുന്നു, കേരളത്തിലെ സ്ത്രീകളുടെ സാമ്പത്തിക ശക്തി എന്ന് പറയുന്നത് കുടുംബശ്രീയാണ്. അപ്പോൾ എല്ലാവരും കുടുംബശ്രീയിൽ ചേരുക. ഇതൊന്നും അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമ്മൾ നാളെ കാണാം. സൈനിങ് ഓഫ്. ബൈ.